ഉസ്താദേ, ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ആ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിന്റെ മറുപടി കിട്ടാൻ വേണ്ടി ചോദിച്ചതാണ്. എനിക്ക് അതിന്റെ മറുപടി കിട്ടാതിരുന്നാൽ മനസ്സിന് വലിയ വിഷമാവുന്നു. ഞാൻ ചോദിച്ചു, ആ ചോദിച്ച ആളെ ചോദ്യം വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഉറച്ച വിശ്വാസിയല്ലേ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉറച്ച വിശ്വാസമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആദ്യം ഇത് ഉറപ്പിച്ചിട്ട് വേണം പറയാൻ. കാരണം പല ആളുകളുടെയും സ്വഭാവം ഏതെങ്കിലും ഒരു യുക്തിവാദിയോ, ഒരു നിരീശ്വരവാദിയോ, ഒരു മതവിരോധിയോ, ഒരു ദൈവനിഷേധിയോ, ഒരു നബി വിരോധിയോ, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു സംശയം അപ്പോഴേക്ക് സംശയം വരുന്ന ചില രോഗികൾ ഉണ്ട്. അവരുടെ ഈമാൻ സുരക്ഷിതമാവുകയില്ല. ഈമാൻ എന്ന് പറയുന്നത് ഉറപ്പാണ്. ഉറപ്പിൽ നിന്ന് ഒരിക്കലും തന്നെ മനുഷ്യൻ നീങ്ങിപ്പോകാൻ പാടില്ല. ഏത് സമയത്തും മനുഷ്യന് ഉറച്ച വിശ്വാസം വേണം. അതിനൊരു തകരാറും സംഭവിക്കാൻ പാടില്ല. അതിന് തകരാറ് സംഭവിച്ചാൽ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി. ഈ നൈമിഷികമായ ലോകത്തുള്ള സുഖാനുഭൂതികൾക്കൊന്നിനും നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ള ലോകം മുഴുവനും അവന് നഷ്ടം വന്നുപോയി. അപ്പൊ ആദ്യം അവനവന്റെ ഈമാൻ ഉറപ്പിക്കണം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഉറച്ച ഈമാനുള്ള ആളല്ലേ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ ചോദിച്ചു, ഇനി നിങ്ങളോട് ചോദ്യം ചോദിച്ച ആളോട് ആദ്യം ഒരു കാര്യം ചോദിക്കും, അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോ പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന്. അള്ളാഹുവിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇനി നമുക്ക് അദ്ദേഹത്തിനോട് നമുക്ക് അങ്ങോട്ട് സംശയങ്ങൾ ചോദിക്കാം. അള്ളാഹു ഇല്ല എന്നതിന് വല്ല തെളിവ് അദ്ദേഹത്തിന്റെ അടുക്കലുണ്ടോ എന്ന് ചോദിക്കുന്നു. അല്ല ഇല്ല എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഇല്ല എന്നതിന് ഒരു പ്രത്യേക തെളിവൊന്നും അയാൾക്ക് പറയാൻ കഴിയില്ല. ഞാൻ രണ്ടാമത് പറഞ്ഞു, അള്ളാഹു ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയട്ടെ, ഞാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഞാനുണ്ടെന്ന് വിശ്വസിക്കുന്നതോടുകൂടി തന്നെ എന്റെ സ്വന്തം ശരീരത്തിലെ രോമത്തിന്റെ കളറ് പോലും എനിക്ക് നിയന്ത്രിക്കാൻ അധികാരമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ആദ്യകാലത്ത് ദുബായിൽ വരുമ്പോ എന്റെ താടിയിൽ ഒരൊറ്റ രോമവും വെളുത്തിട്ടില്ല. എന്റെ തലയിലും മീശയിലും ഒറ്റ രോമവും വെളുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് രോമങ്ങൾ വെളുത്തുപോയിട്ടുണ്ട്. എന്റെ രോമമാണെന്നും എന്റെ താടിയാണെന്നും എന്റെ മുഖമാണെന്നും എന്റെ തലയാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും എന്റെ യാതൊരു കാര്യവും നടപ്പാകുന്നില്ല. ഞാൻ തീരുമാനിച്ചതൊന്നും നടപ്പാക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ തീരുമാനം ഒറ്റ രോമവും വെളുക്കരുത് എന്നാണ്. പക്ഷെ ആ തീരുമാനം എന്റെ മുഖത്ത് നടപ്പാക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്കൊരിക്കലും തലവേദന വരരുത് എന്നാണ് എന്റെ തീരുമാനം. പക്ഷേ പലപ്പോഴും എനിക്ക് തലവേദന വരികയാണ്. എനിക്കൊരിക്കലും വയറ്റിൽ ഒരു ദഹനശക്തി ഇല്ലാതെയായി പോകരുതാണ് എന്റെ തീരുമാനം. പക്ഷേ പലപ്പോഴും ദഹിക്കാതെ ഇരിക്കുകയാണ്. എനിക്ക് ഒരിക്കലും തന്നെ ഒരു പരിക്കും പറ്റരുത് എന്നാണ് എന്റെ തീരുമാനം. പക്ഷേ പലപ്പോഴും എനിക്ക് മുറിവേൽക്കുകയാണ്. അങ്ങനെ തുടങ്ങി ഞാൻ ഏത് വിഷയം നോക്കുമ്പോഴും എന്റെ ശരീരത്തിൽ എനിക്ക് നിയന്ത്രണം കാണുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ, അദ്ദേഹത്തിന്റെ ശരീരത്തിന് അദ്ദേഹത്തിന് നിയന്ത്രണമുണ്ടോ? അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് നിയന്ത്രണമുണ്ടോ? ഒന്ന്. രണ്ടാമതായി നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ, അദ്ദേഹത്തിന് വല്ല വിവരവും ഉണ്ടോ? കാരണം അദ്ദേഹത്തിന് വിവരമുണ്ടെങ്കിൽ എന്റെ ചോദ്യം, നാളെ അദ്ദേഹം ഈ സമയത്ത് എവിടെയായിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയുമോ? നാളെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടാകുമോ ഇല്ലേ എന്നതിപ്പോൾ പറയാൻ കഴിയുമോ? നാളെ അദ്ദേഹം ഈ സമയത്ത് ഹോസ്പിറ്റലിലാണോ, വീട്ടിലാണോ, കടയിലാണോ പറയാൻ കഴിയുമോ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അവിടെയെല്ലാം പറയാനുള്ള മറുപടി, എനിക്ക് നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അടുത്ത മണിക്കൂറിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. എനിക്ക് എന്റെ രോമം നിയന്ത്രിക്കാൻ കഴിവില്ല. എന്റെ തല നിയന്ത്രിക്കാൻ കഴിവില്ല. എന്റെ ഭക്ഷണം നിയന്ത്രിക്കാൻ കഴിവില്ല. എന്റെ വെള്ളം നിയന്ത്രിക്കാൻ കഴിവില്ല. എന്റെ വായു നിയന്ത്രിക്കാൻ കഴിവില്ല. ആകയാൽ എനിക്ക് ഒരു കഴിവും ഇല്ല. ഒരു കഴിവും നിനക്കില്ലെങ്കിൽ പിന്നെ നിനക്ക് ഈ കഴിവുകളൊക്കെ എവിടുന്ന് കിട്ടി? നീ എവിടുന്നുണ്ടായി? നിന്നെ ആരുണ്ടാക്കി? ആര് കഴിവ് തന്നു? ആര് നിയന്ത്രിക്കുന്നു? ഇതിനെല്ലാം മറുപടി അപ്പുറത്തുള്ളവൻ പറയണം. ചുരുക്കി പറഞ്ഞാൽ കുറെ സമയം ഞാൻ അദ്ദേഹത്തിന് ക്ലാസ് എടുത്തു കൊടുത്തു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ഒറ്റക്കായിക്കോളാന്ന് പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം, നാം എപ്പോഴും ഓർമ്മിക്കണം, അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ഇൽമ്, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയുന്ന ഇൽമ്, ആ അറിവാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന അറിവ്. ആ അറിവ് ലഭിക്കാതിരിക്കുമ്പോഴാണ്
മനുഷ്യൻ അഹങ്കാരിയാകുന്നത്. അഹങ്കാരിയാകുമ്പോഴാണ് മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തുന്നത്. അപ്പോഴാണ് എന്നെക്കാൾ വിവരമുള്ളവരില്ലെന്ന് തോന്നുന്നത്. അപ്പോഴാണ് എന്നെക്കാൾ വലിയ ചിന്തകനില്ലെന്ന് തോന്നുന്നത്. അപ്പോഴാണ് മനുഷ്യൻ പലപ്പോഴും മറ്റൊരാളെ ആക്രമിക്കുന്നത്. അപ്പോഴാണ് മനുഷ്യൻ അസൂയ വെക്കുന്നത്. ആ സമയത്താണ് മനുഷ്യൻ കുടുംബബന്ധം മുറിക്കുന്നത്. അപ്പോഴാണ് അയൽവാസികൾക്ക് ശല്യം ചെയ്യുന്നത്. അപ്പോഴാണ് മറ്റൊരാളെ ദ്രോഹിക്കുന്നത്. അപ്പോഴാണ് മനുഷ്യൻ ഏതെങ്കിലും വിധത്തിൽ അന്യന്റെ പണം തട്ടിയെടുക്കുന്നത്. അപ്പോഴാണ് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണമെന്ന ബോധമില്ലാതിരിക്കുന്നത്. ആകയാൽ എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ സൃഷ്ടിച്ച, എനിക്കെന്തും തരുന്ന അധികാരമുള്ള, അവന് മാത്രം അധികാരമുള്ള, എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അശക്തനായി ഞാൻ നിൽക്കുമ്പോൾ സർവശക്തിയുമുള്ള, സർവശക്തനായ, സർവ അറിവുമുള്ള, സർവ അധികാരവുമുള്ള ഏകനായ ഒരു അള്ളാഹു ഉണ്ടെന്നും ആ അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ ഞാൻ അവനിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് അവൻ തീരുമാനിച്ചതല്ലാതെ ലഭ്യമാവുകയില്ല. അവൻ തീരുമാനിച്ചതല്ലാതെ എനിക്ക് കിട്ടുകയില്ല. ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അവൻ തീരുമാനിക്കാത്തതൊന്നും എനിക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. ആകയാൽ ഞാനും എന്റേതും ഞാനുമായി ബന്ധപ്പെട്ടതും മുഴുവനും ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ഏകനായ അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണെന്ന ആ ബോധം മനുഷ്യന്റെ ഹൃദയത്തിൽ വരുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ മനുഷ്യനാകുന്നത്. ആ മനുഷ്യന് തീവ്രവാദിയാകാൻ കഴിയില്ല. ആ മനുഷ്യന് ഭീകരവാദിയാകാൻ കഴിയില്ല. ആ മനുഷ്യന് പ്രായമുള്ളവരെ അവഗണിക്കാൻ കഴിയില്ല. ആ മനുഷ്യന് പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ കഴിയില്ല. ആ മനുഷ്യന് നബി കുടുംബത്തെ നിസ്സാരപ്പെടുത്താൻ കഴിയില്ല. ആ മനുഷ്യന് അയൽവാസിയെ ദ്രോഹിക്കാൻ കഴിയില്ല. തൊട്ടടുത്ത കടയിലുള്ള മുഴുവൻ ബിസിനസ്സുകളും എന്റെ കടയിലേക്ക് മാറിക്കിട്ടാൻ ഏതെങ്കിലും ജ്യോത്സ്യന്മാരുണ്ടോ എന്ന് ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ ഈ അടുത്ത് തിരുവനന്തപുരത്ത് സംഘടനാ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുണ്ട്, വിനീതനായ ഞാനുണ്ട്, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസിയുണ്ട്, അങ്ങനെ സയ്യിദ് അലവി മാസ്റ്ററുണ്ട്, അജീദ് മാസ്റ്ററുണ്ട്, അങ്ങനെ SYSന്റെ പ്രവർത്തകരുണ്ട്, SYSന്റെ പല നേതാക്കളും ഉണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോയത്. ആര് മുഖ്യമന്ത്രി ആയാലും കാണാൻ പോകുന്നൊരു കൂട്ടരാണ് നമ്മൾ. അങ്ങനെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോയി അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് ഇപ്പുറത്ത് ഒരു സ്ഥലത്ത് കുറെ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ കയറ്റി ഒരു റൂമിൽ ഇരുത്തി. AC റൂമാണ്. അവിടെ എങ്ങനെ ഇരുന്നു. അപ്പൊ വീക്ഷണം പത്രം എന്ന് പറയുന്നൊരു പത്രം അവിടെ ഉണ്ട് മുന്നിൽ. അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് പത്രം വായിക്കുക എന്നുള്ളത് സാധാരണ എല്ലാവരുടെയും പതിവാണ്. അതുകൊണ്ടാണ് വിദേശത്തുള്ള ആളുകളൊക്കെ പത്രം ആദ്യം മുതൽ അവസാനം വരെ തീർത്തും മത്തുനും ഷറഹും ഒക്കെ വായിക്കും. കാരണം പണിയും കഴിച്ച് പിന്നെ അത് വായിക്കല്. ഞാനും കാര്യമായിട്ട് പത്രം വായിക്കല് വിദേശത്ത് വന്നാൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഞാൻ അതിലൊരു പരസ്യം കണ്ടു. പരസ്യം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? മുഹമ്മദ് തങ്ങൾ ജ്യോത്സ്യൻ. ഇതാണ് ഹെഡിങ്. മുഹമ്മദ് തങ്ങൾ ജ്യോത്സ്യൻ എന്നാണ് ഹെഡിങ്. അപ്പൊ തങ്ങളുമാണ് ജ്യോത്സ്യനുമാണ്. അങ്ങനത്തെ ഒരു മുഹമ്മദ് വീക്ഷണ പത്രത്തിൽ പരസ്യമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഉണ്ട്, ഞാൻ എന്റെ ഡയറിയിൽ കുറിച്ചെടുത്തു. എന്തിന്? അയാളോട് കണക്ക് ചോദിക്കാനല്ല, അയാളോട് വേറെ ചില കണക്ക് ചോദിക്കാനുണ്ട് അതിനകത്ത്. അതായത് ഏത് തട്ടിപ്പും ഏത് വെട്ടിപ്പും നടക്കുന്ന ഒരു രംഗമാണ്. അതായത് ചിലരോട് പറയാൻ, ഞാനിപ്പോ അടുത്ത് അറിയാൻ സാധിച്ചു, എനിക്ക് ഒരാള് UAE വന്നു, കുറ്റ്യാടി ഭാഗത്തുനിന്ന് വന്നാണ് എന്ന് പറഞ്ഞു. ഒരാളോട് പറയാൻ മക്കളില്ല. അയാൾ പറഞ്ഞു 10,000 ദിർഹം ഇങ്ങനെ തന്നാ മക്കളൊക്കെ. സുബ്ഹാന ജല്ല ജലാൽ. അതെന്താ കാരണം? നിങ്ങൾക്കൊരു വലിയ സിഹിറുണ്ട്, ആ സിഹിർ ബാത്തിലാക്കാൻ 10,000 ഉറുപ്പ്യ. അങ്ങനെ ഒരു കിതാബിലും 10,000 ഉറുപ്പ്യ കൊണ്ട് സിഹിർ ബാത്തിലാവുന്ന ഒരു കിതാബിലും പറഞ്ഞില്ല. ആരും തോറ്റുപോണ്. സംഖ്യ കൊടുത്തിട്ട് ഒരു സിഹിറും ബാത്തിലാക്കാൻ കഴിയില്ല. സൂറത്തുൽ ബഖറ ഓതിയാൽ സിഹിർ ബാത്തിലായി എന്ന് വരും. ദിക്ർ ചൊല്ലിയാൽ സിഹിർ ബാത്തിലായി എന്ന് വരും. സ്വലാത്ത് ചൊല്ലിയാൽ സിഹിർ ബാത്തിലായി എന്ന് വരും. ധർമ്മം ചെയ്താൽ സിഹിർ ബാത്തിലായി എന്ന് വരും. അങ്ങനെ സിഹിർ ബാത്തിലാകുന്നതിന് അല്ലാഹു തആല നിശ്ചയിച്ച പല കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ ഒരു വ്യക്തിക്ക് 10,000 രൂപ കൊടുത്താൽ അദ്ദേഹത്തിന് സിഹിർ ബാത്തിലാക്കുക എന്നൊരു ഏർപ്പാടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് എന്താ? നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഇന്ന ആള് നിങ്ങൾക്ക് സിഹിർ ചെയ്തു എന്നാണ്. അപ്പൊ 10,000 ഉറുപ്പ്യ കൊടുക്കുന്നതിന് പുറമെ കുടുംബ ബന്ധം മുറിക്കാനും കൂടി അയാൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഈ രൂപത്തിലുള്ള ഒരുപാട് വിഡ്ഢിത്തങ്ങളിലും വിവരക്കേടുകളിലും മനുഷ്യൻ പോയി പെട്ടുപോകുന്നതിന്റെ കാരണം അറിവുകളാണ്. അതിന്റെ പേരിൽ എത്രയെത്ര തട്ടിപ്പുകളാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു പരസ്യം കണ്ടു. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കണ്ട് പെട്ടുപോയതിനു ശേഷം വലിയ സംഖ്യകൾ മുതൽ മുടക്കി മറ്റവന്റെ ബിസിനസ് എന്റെ കടയിലേക്ക് മാറ്റിക്കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കുന്ന വിവരം കെട്ട ജനങ്ങൾ ഇല്ലാതെയല്ല.